എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് 4ാം ക്ലാസ്സിൻ്റെ EVS അതായത് പരിസര പഠനത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ? അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോക്കൂ, നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ് അല്ലേ? ഓരോ പ്രവർത്തനങ്ങളായിട്ടാണ് മക്കൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ, ആദ്യം എന്താണ് തന്നിരിക്കുന്നത്? ഒരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ? ആ ബോക്സിൽ കുറച്ച് ടൈപ്പ് ഓഫ് സോങ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. കേരളത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്ങിൻ്റെ പേരാണ് എഴുതിയേക്കണത്. എന്തൊക്കെ സോങ്ങുകളാണ് എഴുതിയേക്കണത്, പാട്ടുകളാണ് എഴുതിയേക്കണേന്ന് നോക്കിയ മക്കൾ. എന്തൊക്കെയാണ്? മാപ്പിളപ്പാട്ട്, ഞാറ്റുപാട്ട്, പിന്നെന്താണ് വടക്കൻ പാട്ട്, നാടൻ പാട്ട്. ഇങ്ങനെ 4 പാട്ടുകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നോക്കൂ, ഈ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്താണ്? അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ കുറച്ച് സോങ്ങുകളുടെ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പം അത് ഏത് ടൈപ്പ് ഓഫ് സോങ് ആണെന്ന് ഈ ബ്രാക്കറ്റിൽ നിന്ന് ഈ ബോക്സിൽ നിന്ന് നിങ്ങൾ എടുത്തെഴുതണം. നോക്കൂ മക്കളെ, ആദ്യത്തെ എന്താണ്? സോങ്സ് ഓഫ് റീജിയൻ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുത്ത് പോകുന്ന പാട്ടിൻ്റെ പേരെന്താണ്? അതായത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പാസ് ചെയ്ത് പോകുന്ന പാട്ടുകളുടെ പേരെന്താണ്? എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. ഏതാണ്? നാടൻ പാട്ട്. ഏതാണ് മക്കളെ? നാടൻ പാട്ട്. അപ്പം നിങ്ങളിവിടെ എന്തെന്ന് എഴുതണം? നാടൻ പാട്ടെന്ന് എഴുതണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, സോങ്സ് പോപ്പുലറൈസ്ഡ് ബൈ മോയിൻകുട്ടി വൈദ്യർ ഇൻ കേരള. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ കേരളത്തിൽ പോപ്പുലറൈസ് ആയിട്ടുള്ളത് അതാണ് മാപ്പിളപ്പാട്ട് അല്ലേ? മോയിൻകുട്ടി വൈദ്യർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് ആ സോങ്. മാപ്പിളപ്പാട്ടാണ്. മൂന്നാമത്തെ നോക്കൂ, സോങ്സ് ഡിസ്ക്രൈബിങ് ദ വള്ളൂർ ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സ്. ഒരുപാട് യോദ്ധാക്കളുടെ കാര്യങ്ങൾ പറയുന്ന വീരന്മാരുടെ കഥകളൊക്കെ പറയുന്ന സോങ്സിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? വടക്കൻ പാട്ട്. എന്താണ്? വടക്കൻ പാട്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, എന്താണ്? സോങ്സ് സങ് ബൈ ഫാർമേഴ്സ് വിത്ത് ദ റിതം ഓഫ് പ്ലാന്റിങ് പാഡി. എന്താ പറഞ്ഞേക്കുന്നേ? നമ്മൾ നെൽകൃഷിയൊക്കെ ചെയ്യാൻ നേരത്തില്ലേ, നെല്ല് കൊയ്യണ സമയത്തൊക്കെ നെല്ല് നടണ സമയത്തൊക്കെ നമ്മൾ പാട്ട് പാടും അല്ലേ? ആ പാട്ട് ഏതാണ്? സങ് ബൈ ഫാർമേഴ്സ്. കൃഷിക്കാർ പാടുന്നു അല്ലേ? ഒരു നല്ല റിതം പോലെ അവർ നിന്നിട്ട് ഒരുമിച്ച് നിന്ന് പാടുന്ന പാട്ട് ഏതാണ്? ഞാറ്റുപാട്ട്. ഏതാണ് മക്കളെ? ഞാറ്റുപാട്ട്. അപ്പം നമ്മൾ ഏതൊക്കെ പാട്ടുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞു? നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട്, വടക്കൻ പാട്ട്, ഞാറ്റുപാട്ട്. ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഇവിടെ ഒരു പാട്ട് തന്നേക്കാണ്. എന്ത് പാട്ടാന്ന് നോക്കി. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. എന്താ പറഞ്ഞ? നല്ല രസമുള്ള ഈണുള്ള ഒരു പാട്ടാണല്ലേ. ഇവിടെ ചോദിച്ചേക്കണ എന്താണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഡസ് ദ സോങ് ബിലോങ് ടു? ഈ സോങ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? നിങ്ങൾക്ക് ആ ഈണം കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നുള്ളത്. വഞ്ചിപ്പാട്ട്, താരാട്ടുപാട്ട്, ഞാറ്റുപാട്ട്, വടക്കൻ പാട്ട്. ഏതിലാണത് വരുന്നത്? താരാട്ടുപാട്ടിലല്ലേ? അപ്പോൾ ഏതാണ് ശരിയായ ആൻസർ? താരാട്ടുപാട്ട്. സി ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി ക്ലാസ് റൂം ഇസ് ദ ബട്ടർഫ്ലൈ പാർക്ക്? ക്ലാസ് റൂമിൻ്റെ ഏത് സൈഡിലായിട്ടാണ് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് നോക്കൂ. ഏതാ ക്ലാസ് റൂം? ഇതാണല്ലേ. അതിൻ്റെ ഏത് സൈഡിലാണ്? വെസ്റ്റ് സൈഡിലല്ലേ? പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കുള്ളത്. അപ്പം നമ്മൾ അവിടെ എന്തെന്നാ എഴുതേണ്ടത്? വെസ്റ്റ്. അപ്പോൾ ഡയറക്ഷൻസ് ഒക്കെ നന്നായി പഠിക്കുക കേട്ടോ. ഡി ക്വസ്റ്റ്യൻ നോക്കൂ. ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി സ്റ്റേജ് ഇസ് ദ
വെൽ ലൊക്കേറ്റഡ്. ഇനി എന്താ ചോദിച്ചാൽ സ്റ്റേജിൻ്റെ ഏത് സൈഡിലായിട്ടാണ് വെല്ല് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നോക്കൂ, ഇതാണ് സ്റ്റേജ് അല്ലേ. സ്റ്റേജിൻ്റെ എവിടെയാണ്? സ്റ്റേജിൻ്റെ കുറച്ചങ്ങോട്ട് മുകളിലേക്ക് പൊങ്ങിയിട്ട് പിന്നെ എന്താണ് ഈ സൈഡിലേക്കാണ് അല്ലേ, ഈ സൈഡിലേക്കാണ്. അപ്പോൾ ഇതെന്താണ്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്. കുറച്ച് നോർത്തിലേക്കും കുറച്ച് ഈസ്റ്റിലേക്കും അല്ലേ. അപ്പോൾ നമ്മളവിടെ എന്താ എഴുതണ്ടേ? നോർത്ത് ഈസ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി താഴെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. മാർക്ക് ദ ഫ്ലാഗ് പോസ്റ്റ് അറ്റ് ദ സൗത്ത് ഓഫ് ദി ക്ലാസ് റൂം ആൻഡ് വെസ്റ്റ് ഓഫ് ദി ഓഫീസ്. നമ്മളോട് ഫ്ലാഗ് പോസ്റ്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതെവിടെ മാർക്ക് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞേ? സൗത്ത് ഓഫ് ദി ക്ലാസ് റൂം, ക്ലാസ് റൂമിൻ്റെ സൗത്തിലും ആൻഡ് വെസ്റ്റ് ഓഫ് ദി ഓഫീസിൻ്റെ വെസ്റ്റ് ഭാഗത്തുമായിട്ട്. അപ്പോൾ അതെവിടെയായിരിക്കും? ക്ലാസ് റൂം ഇവിടെ ആയിട്ട് വരും അല്ലേ. എവിടെ വരും? ഇതല്ലേ നമ്മളുടെ ഓഫീസ്. അപ്പം നമ്മൾ ഇവിടെയായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെയായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു ഫ്ലാഗ് പോസ്റ്റിൻ്റെ പിക്ചർ വരയ്ക്കേണ്ടത്. ക്ലിയർ ആയോ? ആക്ടിവിറ്റി 3 നോക്കൂ. മാർക്ക് ദ പ്ലേസസ് ഇൻഡെക്സ് ബിലോ ഓൺ ദ മാപ്പ് ബൈ യൂസിങ് അപ്രോപ്രിയേറ്റ് സിമ്പിൾസ്. കുറച്ച് ഇൻഡെക്സും അതിൻ്റെ കുറച്ച് സിമ്പിൾസും തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ കേരളത്തിൻ്റെ മാപ്പിൽ എവിടെയാണെന്നുള്ളത് അടയാളപ്പെടുത്തണം. ആദ്യം കൊടുത്തേക്കണ എന്താണ്? തേക്കടിയുടെ സിമ്പിൾ ഒരു അംബ്രല്ലയുടെ പിക്ചറാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ മാപ്പിൽ അടയാളപ്പെടുത്തണം. എവിടെയാണ് തേക്കടി ഉള്ളത്? തേക്കടി ഇടുക്കിയിലാണല്ലോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് ഈ പിക്ചർ അങ്ങോട്ട് അടയാളപ്പെടുത്തണം. അടുത്തത് കൊച്ചിൻ ഹാർബർ എവിടെയാണ്? കൊച്ചിൻ ഹാർബർ എറണാകുളത്താണ്. മനസ്സിലായോ മക്കളെ? കൊച്ചിൻ ഹാർബർ എവിടെയാണ്? എറണാകുളത്താണ്. അപ്പോൾ അത് അവിടെ അടയാളപ്പെടുത്തണം. അടുത്തത് എന്താണ്? കുമരകം ബേർഡ് സാഞ്ചുറി എവിടെയാണ്? കുമരകം ബേർഡ് സാഞ്ചുറി ഒരു ബേർഡിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. അതെവിടെ? കോട്ടയം. കുമരകം ബേർഡ് സാഞ്ചുറി എവിടെയാണ്? കോട്ടയം. അപ്പോൾ അവിടെ അടയാളപ്പെടുത്തുക, കുമരകം ബേർഡ് സാഞ്ചുറി. അടുത്തത് എന്താണ്? ക്യാപിറ്റൽ. നമ്മുടെ കേരളത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയണത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവിടെ ആ സിമ്പിൾ നിങ്ങൾ അടയാളപ്പെടുത്തണം. അപ്പോൾ ഏതാണ്? തേക്കടി എവിടെയാണ്? ഇടുക്കി. അടുത്തത് കൊച്ചിൻ ഹാർബർ എവിടെയാണ്? എറണാകുളം. കുമരകം എവിടെയാണ്? കോട്ടയം. ക്യാപിറ്റൽ ഏതാണ്? തിരുവനന്തപുരം. ഇനി നെയിം ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഡയറക്ഷൻ. ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ഇൻസ്ട്രുമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ മാഗ്നറ്റിക് കോമ്പസ്. എന്ത് ഇൻസ്ട്രുമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് കോമ്പസ്. എല്ലാവരും കണ്ടിട്ടില്ലേ മാഗ്നറ്റിക് കോമ്പസ്? നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻസ് അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് കോമ്പസ്. ആക്ടിവിറ്റി 4 നോക്കൂ. എന്താ തന്നിരിക്കുന്നേ? ആക്ടിവിറ്റി 4 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് അല്ലേ. അതായത് ക്ലാസിഫൈ ദ ഫോളോയിങ് തിങ്സ് അക്കോർഡിംഗ് ടു ദെയർ സ്റ്റേറ്റ് ആൻഡ് റൈറ്റ് ഇൻ ദ ഗിവൺ ടേബിൾ. കുറച്ച് വസ്തുക്കൾ, കുറച്ച് സാധനങ്ങൾ എന്താണ് ഇതിൽ തന്നിട്ടുണ്ട് കോളത്തിൽ. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്ന് എഴുതുകയാണ് വേണ്ടത്. നമുക്കറിയാം 3 സ്റ്റേറ്റുകൾ നിങ്ങൾ പഠിച്ചേക്കണം. ഏതൊക്കെ 3 സ്റ്റേറ്റുകളാണ്? സോളിഡ്, പിന്നെന്താണ്? ലിക്വിഡ് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏത് സ്റ്റേറ്റാണുള്ളത്? ഗ്യാസ് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സാധനങ്ങളെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് നിങ്ങൾ വേർതിരിക്കണം. എങ്ങനെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കണം. നോക്കൂ, സോളിഡായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത്? സ്റ്റോണ്, കല്ല് അല്ലേ. സ്റ്റോണ് സോളിഡാണ്. പിന്നെന്താണ് സോളിഡായിട്ടുള്ളത്? ചോക്ക് അല്ലേ. ചോക്ക് സോളിഡാണ്. പിന്നെന്താണ്? നെയിൽ എന്താണ്? സോളിഡാണ്. ഇനി ഇതുപോലെ ലിക്വിഡായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കൂ. മിൽക്ക് ലിക്വിഡാണ് അല്ലേ. അപ്പം മിൽക്ക്. രണ്ടാമത്തോ കോക്കനട്ട് ഓയില്. പിന്നെന്തുണ്ട്? പെട്രോള് അല്ലേ. പെട്രോൾ. അപ്പം ഇതൊക്കെയാണ് എന്ത്? ലിക്വിഡ്, ദ്രാവകമായിട്ടുള്ളത്. ഇനി ഗ്യാസ്, വാതകമായിട്ടുള്ളതൊക്കെ എന്തൊക്കെയാ? ബാക്കിയുള്ളതൊക്കെ ഗ്യാസാണ്. എയർ, സ്റ്റീം, നമ്മുടെ നീരാവി അല്ലേ, സ്റ്റീം. പിന്നെന്താണ്? സ്മോക്ക്.
ഇത്രയുമാണ് എന്തെന്ന് പറയണത് ഗ്യാസ്. അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന സാധനങ്ങളെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് വേർതിരിച്ച് എഴുതുക. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ലുക്ക് അറ്റ് ദ ഫിഗേഴ്സ് given below. Which force is used to make the following devices work? ഇവിടെ ഏതൊക്കെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലുക്ക് അറ്റ് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ വിച്ച് ഫോഴ്സ് ഇസ് യൂസ്ഡ് ടു മേക്ക് ദ ഫോളോയിങ് ഡിവൈസസ് വർക്ക്. ഏതൊക്കെ ഫോഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ആദ്യം കാണുന്നതിൽ നമ്മൾ ഏത് ഫോഴ്സാണ്? പവർ ഓഫ് വാട്ടർ ആണ്. പവർ ഓഫ് വാട്ടർ. രണ്ടാമത്തേൽ എന്തായിരിക്കും? കാറ്റ്. പവർ ഓഫ് എയർ അല്ലേ? പവർ ഓഫ് എയർ. വിച്ച് ഈസ് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? മാറ്ററിൻ്റെ ഒരു ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പ്ലാസ്മ. ഏതാണ്? പ്ലാസ്മ. അപ്പോൾ ആദ്യത്തേൽ എന്താണ്? പവർ ഓഫ് വാട്ടർ ആണ്. രണ്ടാമത്തേത് പവർ ഓഫ് എയർ ആണ്. പവർ ഓഫ് എയർ. സി എന്താണ്? വിച്ച് ഈസ് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? ഏതാണ്? പ്ലാസ്മ. ആക്ടിവിറ്റി 5. ഫ്രം മീരാസ് ഡയറി. ഒരു ഡയറി തന്നിരിക്കുകയാണ്, മീരയുടെ ഡയറി. എന്നാണ് അത്? മീരയുടെ ഡയറി എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഡയറി വായിക്കാം. എന്താണ്? 2024 മാർച്ച് 6 വെനസ്ഡേ ആണ് ഡയറി എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? ടുഡേ ഈസ് ദ ഫെസ്റ്റിവൽ ഡേ ഇൻ അവർ ടെമ്പിൾ. വി വെയർ ഫാസിനേറ്റഡ് ബൈ ദ ഫെസ്റ്റീവ് സീൻസ് ദെയർ. The programs were splendid. I watched ഓട്ടം തുള്ളൽ ഫോർ ദ ഫസ്റ്റ് ടൈം. എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ അമ്പലത്തിൽ എന്താണ്? ഫെസ്റ്റിവൽ നടക്കുകയാണ്, ഉത്സവം നടക്കുകയാണ് അല്ലേ? അപ്പോൾ അവൾ എന്ത് വാച്ച് ചെയ്യുന്ന കാണുന്നു? ഓട്ടം തുള്ളൽ ആദ്യമായിട്ട് അവിടെ കാണുകയാണ്. ദ കോസ്റ്റ്യൂം വെയർ കളർഫുൾ ആൻഡ് ദ മ്യൂസിക് ആസ് വെൽ ആസ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് വെയർ അമ്യൂസിങ്. ആ ഓട്ടം തുള്ളലിൻ്റെ കോസ്റ്റ്യൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇൻസ്ട്രുമെൻസിൻ്റെ മ്യൂസിക്കും അതൊക്കെ നല്ല ഇതായിരുന്നു എന്നവൾ പറയാണ്. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു ലിസൺ ടു ദ സോഷ്യൽ ക്രിറ്റിസിസം പ്രസൻറ്റഡ് സാട്രിക്കലി. തൊപ്പി മദ്ദളം ആൻഡ് ഇടയ്ക്ക വെയർ യൂസ്ഡ് ടു എൻറിച്ച് ദ പെർഫോമൻസ്. അവിടെ അതിലെന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? തൊപ്പി മദ്ദളവും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഐ വിൽ ആസ്ക് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഓട്ടംതുള്ളൽ ആൻഡ് അതർ ആർട്ട് ഫോം ടു മൈ ടീച്ചർ ദ നെക്സ്റ്റ് ഡേ. എന്താണ്? എനിക്ക് ടീച്ചറോട് ചോദിക്കണം ഓട്ടംതുള്ളലിനെ കുറിച്ചും മറ്റുള്ള ആർട്ട് ഫോംസിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് നെക്സ്റ്റ് ഡേ ടീച്ചറോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ ഡയറി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ തൊപ്പി മദ്ദളം എന്ന് പറഞ്ഞാൽ ഒരു സ്മോളർ വേർഷൻ ഓഫ് ശുദ്ധ മദ്ദളം. Till recent days, തൊപ്പി മദ്ദളം വാസ് യൂസ്ഡ് ആസ് ദ മെയിൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഫോർ തുള്ളൽ. അപ്പോൾ തൊപ്പി മദ്ദളം എന്താണെന്നും കൂടെ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക, അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് ആർട്ട് ഫോംസിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, മീരയുടെ ഡയറി വായിച്ചു അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ആർട്ട് ഫോംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. ആദ്യം തന്നിരിക്കുന്ന ആർട്ട് ഫോം ഏതാണ്? കഥകളി. ഏതാണ്? കഥകളി. രണ്ടാമത്തെ ഏതാണ്? ഇത് മാർഗം കളിയാണ്. എന്താണ്? മാർഗം കളി. മൂന്നാമത്തെ എന്താണ്? ഒപ്പന. മൂന്നാമത്തെ ഒപ്പന. നാലാമത്തെ ഏതാണ്? തിരുവാതിര. 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 ഇനി പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ എനി ഓഫ് ദ ആർട്ട് ഫോംസ് ഇൻ ദ എബോവ് പിക്ചർ. ഈ മോളി കാണിച്ചേക്കുന്ന പിക്ചറിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർട്ട് ഫോമിനെ കുറിച്ച് എഴുതാം. കഥകളിയാണെങ്കിൽ കഥകളി, ഏതിനെ കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. കഥകളിയാണെങ്കിൽ നിങ്ങൾ എന്തെന്ന് പറയും? കഥകളി ഈസ് ആൻ ആർട്ട് ഫോം ഓഫ് കേരള. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ കേരള. കേരളത്തിൽ ഒറിജിനേറ്റ് ചെയ്താണ് അല്ലേ? പിന്നെ കഥകളിയുടെ പ്രത്യേകത എന്താ? കഥകളിയിൽ ഡാൻസിനും ആക്ടിങ്ങിനും മ്യൂസിക്കിനും മുദ്രയ്ക്കൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ കഥകളിയുടെ വേഷം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? കഥകളിയുടെ ഇമ്പോർട്ടൻറ്റ് വേഷംസ് ഇൻ കഥകളി ആർ പച്ച, കത്തി, കരി, താടി ആൻഡ് മിനുക്ക് അല്ലേ? പച്ച, കത്തി, കരി, താടി ആൻഡ് മിനുക്ക്, ഇതൊക്കെയാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് വേഷംസ് എന്ന് പറയുന്നത്. പിന്നെ കഥകളി എന്ന് പറയുന്നത് കിങ് ഓഫ് ആർട്സിൽ പെടുന്നതാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഒപ്പന വേണമെങ്കിൽ ഒപ്പന എഴുതാം, തിരുവാതിര എഴുതാം, മാർഗം കളി എഴുതാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 6 നോക്കൂ. യു മേ നോ we can see illuminated part of the moon fully visible from the earth on a certain day. Name the day. നമുക്ക് എന്താണ് ഒരു ദിവസം ഫുള്ളായിട്ട് മൂണിനെ ഫുള്ളി വിസിബിൾ ആയിരിക്കും അല്ലേ? അന്ന് പറയുന്ന പേരെന്താണ്? ആ ഡേക്ക് പറയുന്ന പേരെന്താണ്? ഫുൾ മൂൺ ഡേ. എന്താണ്?
ഫുൾ മൂൺ ഡേ, നമ്മുടെ പൗർണമി എന്ന് പറയും അല്ലേ, പൗർണമി എന്ന് പറയുന്നതാണ് ആ ദിവസമാണ് എന്ത് ഫുള്ളി വിസിബിൾ ആയിട്ടുള്ളത്, ഫുൾ മൂൺ ഡേ. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. The moon, the sun and the earth will be on a straight line on the day in which the illuminated part of the moon can be fully seen. Observe the picture given below. What will be the order of the moon, the earth and the sun on this day? Write it down. അപ്പോൾ ആദ്യത്തെ എന്താണ്, ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. ആദ്യത്തെ എന്താണ്, സണ്ണാണ്. രണ്ടാമത്തെ എർത്ത്. മൂന്നാമത്തെ മൂണ്. ക്ലിയർ ആയോ? സി ക്വസ്റ്റ്യൻ നോക്കൂ. അമ്പിളി മാമൻ ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ ഡേ ബൈ ഡേ. ഇറ്റ് ഹാസ് എ വാനിഷ്ഡ് ദെയർ. ഇസ് ഇറ്റ് നൗ? അവിടെ എന്താ പറയണേ? ഡു യു അഗ്രി വിത്ത് അമ്മുക്കുട്ടി? അമ്പിളി മാമൻ എന്താണ്, ഓരോ ദിവസം ചെല്ലുന്നതോറും ചെറുതായി ചെറുതായി വരും, അവസാനം അത് ഇറ്റ് ഹാസ് വാനിഷ്ഡ്, അത് കാണാതെ ആയിപ്പോവും. വേർ ഇസ് ഇറ്റ് നൗ? അതിപ്പോൾ എവിടെയായിരിക്കും? അതായത് ചെറുതായി ചെറുതായി വന്നിട്ട് അവസാനം നമുക്കൊരു ദിവസം അതിനെ കാണാനായിട്ട് പറ്റാതെ വരും. അതിപ്പോൾ എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് ഏതൊരു വസ്തുവിനെ കാണണമെങ്കിലും നമുക്ക് എന്ത് വേണം, ലൈറ്റ് വേണം. ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തിനേയും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറുതായി ചെറുതായി വന്ന് ലാസ്റ്റ് കാണാതെ ആവുന്ന ദിവസം എന്തായിരിക്കും? സൺലൈറ്റ് ഡസ് നോട്ട് എന്താണ് ഫോൾ ഓൺ ദി സൈഡ് ഓഫ് ദാറ്റ് ഈസ് ഫേസിങ് അസ്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് എന്തുണ്ടാവില്ല? സൺലൈറ്റ് ഉണ്ടാവില്ല. സൺലൈറ്റ് ഡസ് നോട്ട് ഫോൾ ഓൺ ദ സൈഡ് ദാറ്റ് ഈസ് ഫേസിങ് അസ് അല്ലേ? അതാണ് സൺലൈറ്റ് ഡസ് നോട്ട് ഫോൾ ഓൺ ദ സൈഡ് ദാറ്റ് ഈസ് ഫേസിങ്. അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല? ആ സൺലൈറ്റ് അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കതിനെ കാണാൻ കഴിയാത്തത് അല്ലേ? നമുക്ക് ഏതൊരു വസ്തുവിനെ കാണണമെങ്കിലും നമുക്ക് ലൈറ്റ് ആവശ്യമുണ്ട്. ഇരുട്ടത്ത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ലൈറ്റ് അടിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നപോലെ ആ ഭാഗത്ത് എന്താണ്, സൺലൈറ്റ് അടിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്കതിനെ കാണാൻ കഴിയാത്തത്. അപ്പോൾ മക്കൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായി എക്സാം എഴുതുക, നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ദ മൂൺ, ദ സൺ ആൻഡ് ദ എർത്ത് വിൽ ബി ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ഓൺ ദ ഡേ ഇൻ വിച്ച് ദ ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദി മൂൺ ക്യാൻ ബി ഫുള്ളി സീൻ. എന്താ പറഞ്ഞാൽ മൂണും സണ്ണും എർത്തും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, മൂൺ ക്യാൻ ബി ഫുള്ളി സീൻ, നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. വാട്ട് വിൽ ബി ദ ഓർഡർ ഓഫ് ദ മൂൺ, ദ എർത്ത് ആൻഡ് ദ സൺ ഓൺ ദിസ് ഡേ. ആ ഡേയിൽ എർത്തിൻ്റെയും മൂണിൻ്റെയും സണ്ണിൻ്റെയും ഓർഡർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ഇവിടെ ചെയ്യാൻ പറയുന്നത്. ഫസ്റ്റ് എന്തായിരിക്കും? സണ്ണായിരിക്കും അല്ലേ? സെക്കൻഡ് ആരായിരിക്കും? ഇത് എർത്തായിരിക്കുമോ മൂണായിരിക്കുമോ? ഈ ഇവിടെ വന്നത് ആരായിരിക്കും? എർത്തായിരിക്കും. സ്ട്രൈറ്റ് ലൈനിൽ വരുമ്പോൾ ആദ്യം സണ്ണ്, പിന്നെ എർത്ത്, പിന്നെയാണ് ആര് വരുന്നത്? മൂണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. അമ്പിളി മാമൻ ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ ഡേ ബൈ ഡേ. ഇറ്റ് ഹാസ് വാനിഷ്ഡ്. വേർ ഈസ് ഇറ്റ് നൗ? ഓരോ ദിവസം ചെല്ലുന്തോറും അമ്പിളി മാമൻ ചെറുതായി വന്നിട്ട് അവസാനം എന്തായി? കാണാതെ പോയി എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഗ്രി ചെയ്യുന്നുണ്ടോ? അമ്മുക്കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഗ്രി ചെയ്യുന്നുണ്ടോ? ദ മൂൺ ഈസ് നോട്ട് സീൻ സം ഡേയ്സ്. ചില ദിവസങ്ങളിൽ എന്തെയില്ല, മൂൺ നമ്മൾ കാണില്ല. ഇസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് വാനിഷ്ഡ്? അത് വാനിഷ്ഡായി പോകുന്നതാണോ? അപ്പോൾ എന്താണ്, ചില ദിവസങ്ങളിൽ നമുക്ക് എന്താണ് മൂണിനെ കാണാൻ കഴിയില്ല. കാരണം എന്താണ്, നമുക്ക് ഏതൊരു വസ്തുവിനെ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം അല്ലേ? ലൈറ്റ് വേണം. ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എവിടെയെങ്കിലും ലൈറ്റ് തട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ സാധനത്തിനെ കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ സൺലൈറ്റ് എന്താണ്, അവിടെ ആ ഭാഗത്ത് മൂണിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ മാത്രമേ, ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സണ്ണിന് തന്നെ മൂണിന് തന്നെ പ്രകാശിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. മൂൺ ഒരിക്കലും തന്നെ പ്രകാശിക്കില്ല. സൺലൈറ്റിൻ്റെ പ്രകാശം കൊണ്ടാണ് നമുക്കത് രാത്രി പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നത്, ലൈറ്റിനുള്ളതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരിക്കലും മൂണിന് തന്നെ പ്രകാശിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ സൺലൈറ്റ് എന്ത് വേണം? സൺലൈറ്റ് ആ ഭാഗത്ത് ഉണ്ടാവണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മൂണിനെ കാണാനായിട്ട് മൂണിൻ്റെ വെളിച്ചം നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ എന്താ നിങ്ങൾ റീസൺ എഴുതേണ്ടത്? സൺലൈറ്റ് എന്താണ്? ഡസ് നോട്ട് ഫോൾ ഓൺ ദ സൈഡ് ദാറ്റ് ഈസ് ഫേസിങ് അസ്. മനസ്സിലായോ മക്കളെ?
അപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്ത് എന്തുണ്ടാവില്ല, സൺലൈറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്കതിനെ കാണാൻ കഴിയാതെ വരുന്നത്. അല്ലാണ്ട് മൂൺ അവിടെ നിന്ന് വാനിഷ്ഡ് ആയിട്ട് പോയിട്ടൊന്നും ഇല്ല. അതായത് മൂണിന് എന്താണ് തന്നെ പ്രകാശിക്കാനുള്ള കഴിവില്ല. സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്കത് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ സൺലൈറ്റ് ഡസ് നോട്ട് ഫോളോ ഓൺ ദ സൈഡ് ദാറ്റ് ഈസ് ഫേസിങ് അസ്. അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ മക്കൾക്ക് മനസ്സിലായല്ലോ, എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.